ഒരിക്കൽ എന്റെ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു നിന്നോട് എനിക്ക് പറയാനുള്ള മറുപടി അന്നേ ഞാൻ പറഞ്ഞതാ. ഇറങ്ങാ, പുറത്തിറങ്ങണ പറഞ്ഞത്. ഇല്ല മാഡം, എനിക്കങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല. മാഡം സത്യം തിരിച്ചറിഞ്ഞേ പറ്റൂ. എന്റെ കൃഷ്ണമോൾക്ക് അവളുടെ പെറ്റമ്മയുടെ സ്നേഹം കിട്ടിയേ പറ്റൂ. ശ്രീനിവാസ് സാറിനും മാഡത്തിനും ഇടയിലുണ്ടായ സംശയം അതെന്നെ ചൊല്ലിയല്ലേ? അത് തീരണം. നിങ്ങളെ ഒരുമിച്ച് ചേർത്തതിന് ശേഷം നിങ്ങളുടെ കൺമുന്നിൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. ഞാൻ ദൂരെ എവിടേക്കെങ്കിലും പോയിക്കോളാം. അതല്ലേ ഞാൻ ചത്തു കളയുന്നത് സന്തോഷമെങ്കിൽ അത് ഞാൻ ചെയ്യാം. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന പോലെ തന്നെ ശ്രീനിവാസിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കൽ തോറ്റുപോയതുകൊണ്ട് പിന്മാറുന്നവനല്ല ശ്രീനിവാസ്. എല്ലാ കാലത്തും എന്നെ തകർക്കാനായിട്ട് അയാൾ ഉപയോഗിച്ചത് നിന്നെയാ. നാണമില്ല തങ്ക നിനക്ക്? അയാൾ പറയുന്ന കേട്ട് പിന്നെ എന്റെ മുന്നിലേക്ക് വരാൻ. ഒന്ന് മതിയാക്ക് മാഡം. കുറെ കാലമായല്ലോ മാഡം ശ്രീനിവാസ് സാറിനെ കുറ്റം പറയാൻ തുടങ്ങിയിട്ട്. അദ്ദേഹം മാഡത്തിനോട് എന്ത് തെറ്റാ ചെയ്തേ? മാഡം അദ്ദേഹത്തെ സ്നേഹിച്ചതിന്റെ 100 ഇരട്ടി അദ്ദേഹം മാഡത്തിനെ സ്നേഹിച്ചിരുന്നു. മാഡം സംശയം കൊണ്ട് അളന്നു നോക്കിയപ്പോഴാ ശ്രീനിവാസ് സാർ കുഴപ്പക്കാരനാണെന്ന് മാഡത്തിന് തോന്നിയത്. അത് സാറിന്റെ കുഴപ്പമല്ല, മാഡത്തിന്റെ ചിന്തകളുടെ കുഴപ്പോ. മാഡത്തിന്റെ വൃത്തികെട്ട ചിന്തകള്. തല്ലിക്കോ എന്നെ. മാഡം എത്ര വേണമെങ്കിലും തല്ലിക്കോ. ഇവിടെ ഇട്ട് തല്ലിക്കൊന്നു. പക്ഷേ മാഡം ഇപ്പൊ കാണിക്കുന്ന ഈ പകയുണ്ടല്ലോ, അത് മാഡത്തിന് ഒരിക്കൽ തിരിഞ്ഞു കൊത്തും. സ്വന്തം മകളെ നിഷേധിക്കുന്ന ഈ ദുഷ്ടത്തരം ഉണ്ടല്ലോ, അതിന് ദൈവത്തിന്റെ മറുപടി ചെറുതായിരിക്കില്ല. അനുഭവിക്കേണ്ടി വരും മാഡം. ഇനി എന്റെ അമ്മയുടെ ദേഹത്ത് കൈവച്ചു പോരുത്. അത് ഞാൻ സഹിക്കില്ല. കേട്ടില്ല നീ? നിന്റെ ദേഹം നൊന്താൽ ഇവക്ക് വേദനിക്കും. അവള് തിരിച്ച് തല്ലാൻ കൂടെ തയ്യാറാവും, ഇനി എന്നെ ആയാൽ പോലും. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇത് കൂടുതൽ എന്ത് തെളിവാ വേണ്ടത് ഇവള് നിന്റെ മകളാണെന്നുള്ളതിന്? ഞാനേ ഈ അമ്മയുടെ മകള് തന്നെയാ, അതൊരു സംശയമൊന്നും വേണ്ട. എന്നെ ലാളിച്ചതും സ്നേഹിച്ചതും വളർത്തിയതും ഒക്കെ ദേ ഈ പാവപ്പെട്ട സ്ത്രീയാ. അവരുടെ ദേഹത്ത് ആര് കൈവച്ചാലും അത് ആരാണെന്നൊന്നും ഞാൻ നോക്കില്ല. മോളെ, അമ്മൊന്നും മിണ്ടാതിരുന്നേ. മനസ്സിൽ ദയയില്ലാത്തവരുടെ മുന്നിൽ കെഞ്ചാൻ വരരുത്. ഇവരുടെ മനസ്സേ കല്ലുകൊണ്ട് ഉണ്ടാക്കിയത്, കരിങ്കല്ലുകൊണ്ട്. അയ്യോ അമ്മേ, 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 അയ്യോ അമ്മേ, എഴുന്നേക്ക് പൊളിക്കുട്ടി. അയ്യോ അമ്മേ, 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 കണ്ണുറക്കമ്മേ, അമ്മേ, കണ്ണുറക്കമ്മേ, അമ്മേ, അമ്മേ, കണ്ണു തുറക്കമ്മേ, അമ്മേ.